ഇപ്പം നമ്മൾ മാസാനിയമ്മൻ കോവിലിന് മുമ്പിലാണ്. അപ്പോൾ ഇവിടെ സാരികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ സാധാരണ എണ്ണയും എല്ലാ സാധനങ്ങളും വാങ്ങുന്ന ഈ ഷോപ്പിൽ നിന്നാണ്. ഇതിൻ്റെ ആളാണ് ഇവിടെ ഇരിക്കുന്നത്, മുരുകൻ എന്ന് പറയുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹമാണ് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാരിയുടെ ഒരു എന്താണ്, സാരി കൊടുത്താൽ ദേവിയുടെ എന്താണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് പറയാമോ? സാരി வந்துங்க எல்லா நல்ல காரியங்களுக்கும் வேண்டிட்டு கொடுக்கலாம். அம்மைக்கு கல்யாண காரியங்கள், குழந்தை பாக்கியம், இந்த மாதிரி காரியங்களுக்கு அம்மைக்கு நம்மளோட பேரு ஊர் சொல்லி 10 രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി സ്വാമി അമ്മ മേലെ സാത്തുവാங்க. അത് വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ വിവാഹം നടന്നിരുச்சுன்னா அப்புறம் வந்து மாலை வாங்கி கொடுக்கலாம். ஜோடி മാല பொண்ணு மாப்பிள்ளையோட வந்து ஜோடி மாலை வாங்கி. ഓക്കെ. അപ്പോൾ ഇതിനു മുമ്പ് താങ്കളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ മുന്നാടി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മുള ഇറക്കുന്നതിനെ പറ്റി അതൊന്നും പറയാമോ? ശത്രുബാധ മാറാത്തതിനെ പറ്റി ഒന്നുകൂടി പറയാമോ? மிளகா வந்து கெடுதல் காரியங்களுக்காக பறையிறது செய்யறது அம்மாவுக்கு. திருட்டு செய்வன பில்லி சூனியம் இந்த மாதிரி காரியங்களுக்கு மிளகா செய்யறது. മുളക് അരച്ചിട്ട് നമ്മൾ அங்க நீதிக்கல்லுல துடைக்கிறது. അല്ല, അവിടെ നമ്മൾ മുള ഇറക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങയും 2 பழமும் ஒரு മാലയും കൊടുക്കണം. അത് കഴിഞ്ഞ് அரைச்சிட்டு போயிட்டா எந்த பொருளும் வேற வாங்கி போக கூடாது. வீட்டுக்கெல்லாம் നേരെ വീട്ടിൽ പോകണം. வந்து எண்ணெய் வாங்கி குளிர்ச்சி பண்ணிட்டு அப்புறம் தான் வாங்கணும். நம்ம காரியம் நிறைவேறின பிற்பாடு. അപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ കാര്യം നടന്നു കഴിഞ്ഞാൽ 3 മാസം. അപ്പോൾ എണ്ണ വാങ്ങിയിട്ട് 3 മാസംங்கிறது நம்ம ஒரு 10 നാളിലേ നടന്നാലും வந்து എണ്ണ വാങ്ങി കൊടുക്കണം. കാര്യം നടന്നു കഴിഞ്ഞാൽ എണ്ണ വാങ്ങി കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യണം അല്ലേ? അതാണ് അതിന്റെ ചടങ്ങ് അല്ലേ? അപ്പോൾ അവിടെ ആ ഫ്രണ്ടിൽ ആ കൊടിമരം ഇല്ലേ, ആ കൊടിമരത്തിന്റെ അവിടെ എന്തെങ്കിലും പ്രത്യേകതകൾ? திருவிழா சாட்னா அங்கதான் சாமி கொடிமரம் கட்டுவாங்க. அதில் வந்து நம்ம வேண்டுதல் பண்ணிட்டு ஒவ்வொரு பொருள் மாலை வாங்கி போடுவாங்க. உப்பு மிளகு மஞ்சள் குங்குமம் நமக்கு திருஷ்டி எல்லாம் இல்லாமல் இருக்கிறதுக்கு உடச்சி அங்கே கொட்டுவாங்க. அது ஒரு வழிபாடு. கொடிமரம் சுற்றி அம்மையை போய் ദർശനം ഫ്രണ്ടിൽ കൂടി അല്ലേ? അവിടെ നാരങ്ങ ഇരിക്കുന്നുണ്ടല്ലോ, നാരങ്ങയുടെ പരിപാടി എന്താണ്? നാരങ്ങ வந்து சிலருக்கு சில பிரச்சனை, உடம்புல சில பிரச்சனைகள் இருந்தால் குளிக்கும்போது அரைச்சி நாரങ്ങ அரைச்சி தலையில் தேய்ச்சி குளிக்கலாம். வீட்டில் பூஜை ரூமில் வைக்கலாம். അല്ല, അവിടെ കൊടിമരത്തിന്റെ അവിടെ മുന്നാടി வேண்டிட்டு சாமி வேண்டிட்டு எனக்கு ஏதாவது கஷ்டங்கள் இருந்தால் நீங்கி கிடைக்கணும் கீழே வச்சு காலில் പ്രസ് അവിടെ சூளத்தில் குத்தலாம். ശൂലത്തിൽ കുത്ത്. അത് ഞാൻ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് കാണാൻ വീണ്ടും. അപ്പോൾ വരുന്ന ആളുകൾ ഈ താങ്കളുടെ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് സാമഗ്രികളൊക്കെ മേടിക്കട്ടെ. അപ്പം മുരുകൻ അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. നമസ്കാരം. തമിഴ്നാട്ടിൽ ആനമലൈ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മാസാനിയമ്മൻ കോവിലാണ് ഉള്ളത്. മാസാനിയമ്മൻ കോവിൽ കുറേ എണ്ണം ഉണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ ആനമലൈ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് പൊള്ളാച്ചിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം എളുപ്പത്തിൽ. വണ്ടിക്കാരനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പൊള്ളാച്ചിക്ക് പോകണ്ട, അല്ലാതെ തന്നെ കട്ട് ചെയ്ത് ചെമ്മനാമ്പതി വഴിയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാം. അത്ര ദൂരമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് ഈ അമ്പലത്തിൽ. വളരെ പവർഫുള്ളാണ്. ശത്രുബാധ ഉള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് മുളകരക്കൽ വഴിപാട് ചെയ്യാം, മാല കൊടുക്കാം, അതുപോലെ ദേവിക്ക് സാരി കൊടുക്കാം. അങ്ങനെ ഒരുപാട് വഴിപാടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു അവസാനത്തെ വഴിപാട്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നടക്കാത്ത കാര്യം നടക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഞാൻ ഇടയ്ക്കൂടെ വരാറുണ്ട്, 2 മാസം കൂടുമ്പോഴൊക്കെ വരാറുണ്ട്. ഇവിടെ വന്ന് തൊഴുത് പോകാറുണ്ട്, എന്തെങ്കിലും ദേവിക്ക് സമർപ്പിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലത്തെ വലിയ വലിയ ബാധകളൊക്കെയാണ് നമ്മളെടുത്ത് മാറ്റുന്നത്. അപ്പോൾ ദേവിയുടെ സപ്പോർട്ടില്ലാതെ സഹായമില്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഇടയ്ക്ക് തൊഴുത് കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് ഈ ആനമലയിലോട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. കാറിനാണെന്നുണ്ടെങ്കിൽ നേരെ ചെമ്മനാമ്പതി വഴി നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും. ഇവിടെ രാവിലെ ഓപ്പൺ ആയാലും വൈകുന്നേരം വരെ അമ്പലമുണ്ട്. ഇവിടെ അടയ്ക്കുന്ന ഒരു സംവിധാനം ഇല്ലയെന്നാണ് തോന്നുന്നത്. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വരുമ്പോൾ സമയങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ് കണ്ടേക്കുന്നത്. ഇവിടെ അങ്ങനെ അടയ്ക്കുന്ന ടൈം ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാം തമിഴിലാണ് ബോർഡെല്ലാം വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് മിക്ക തമിഴ്നാട്ടിൽ പോകുമ്പോൾ മിക്ക സ്ഥലങ്ങളിലുള്ള പ്രശ്നമാണ്. അവർ തമിഴിലായിരിക്കും ബോർഡെല്ലാം എഴുതുന്നത്, ഇംഗ്ലീഷിൽ എഴുതൂല. അതുകൊണ്ട് നമുക്ക് പാവപ്പെട്ട മലയാളികൾക്ക് വായിക്കാനായിട്ടൊരു നിർവാഹമില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേവി 2 ദിവസം മുന്നേ പറഞ്ഞു ഇവിടെ വന്ന് തൊഴുതു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്.
ദർശനമെല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ ഇഷയിലൊന്ന് കയറണം എന്ന് വിചാരിക്കുന്നു. അവിടെ പോയി കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം, മെഡിറ്റേഷൻ എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വീണ്ടും മാസാണിയമ്മൻ കോവിലിൻ്റെ മുമ്പിലെത്തി. ഇവിടെ നിന്ന് തമിഴ്നാട്ടിലെ ഇലക്ഷൻ ആയതുകൊണ്ട് തിരക്കില്ല, തീരെ തിരക്കില്ല. എല്ലാം വിജനമാണ്, കടകളൊക്കെ അടവാണ്. നമ്മൾ ഇവിടെ നിന്നാണ് സാധാരണ എണ്ണയും മാലയെല്ലാം വാങ്ങുന്ന ഷോപ്പാണ് ഈ അണ്ണൻ്റെ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയുള്ള കട ഈ ഗേറ്റിൻ്റെ അവിടെ. വണ്ടി പാർക്ക് ചെയ്ത് വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മാലയെല്ലാം വാങ്ങി അകത്തേക്ക് പോകുന്നത്. ഇവിടെ ചെരുപ്പൊക്കെ ഇവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസാണിയമ്മൻ കോവിൽ. ഈ മാസാണിയമ്മൻ കോവിലിനെപ്പറ്റി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ്. ആനമലൈ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ആനമലൈ. പൊള്ളാച്ചിയിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്തോട്ട് ബസ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കാറിനാണെങ്കിൽ വരാം. നിങ്ങൾക്ക് എത്ര വലിയ ശത്രുബാധ ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് മുളകരക്കുന്നൊരു വഴിപാടുണ്ട്. മുളകരക്കുക അതാണ് പറയുക. ഇവിടെ തന്നെ മുളക് കിട്ടും. മുളക് വാങ്ങിയിട്ട് അകത്ത് ചീട്ടെടുത്തിട്ട് നമുക്ക് അത് അരക്കുന്നൊരു ചടങ്ങുണ്ട് അവിടെ. അപ്പോൾ ശത്രുവിൻ്റെ ആ ഒരു ഉപദ്രവം അത് ഒരു 3 മാസത്തിനുള്ളിലായിട്ട് മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണത്. ഇവിടെയാണ് ഈ ഒരു കൊടിമരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുളക് അരച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വീണ്ടും വന്നിട്ട് എണ്ണ കൊടുക്കണം. വേറൊരു ഗേറ്റാണത്. എണ്ണ സമർപ്പിക്കണം 3 മാസം കഴിയുമ്പോൾ. അപ്പോൾ ഇതേപറ്റി നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതറിയാത്ത ആൾക്കാർ ഇവിടെ വരിക. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. പിന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ നല്ല രീതിയിൽ ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തേക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നിനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ശത്രുബാധ ഇവിടെ പോയിട്ട് മാറാത്ത ആൾക്കാർ ഇവിടെ വന്ന് ഈ മുളകരക്കൽ വഴിപാട് ചെയ്യാൻ നോക്കാം. മാസാണിയമ്മൻ കോവിലിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയ വഴിയാണ്. അപ്പോൾ അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന മുരുകൻ എന്ന് പറയുന്ന ആ പുള്ളിനെ കണ്ടു. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു, ഒരു വീഡിയോ എല്ലാം എടുത്തു. അപ്പോൾ എന്തായാലും തൊഴുതിറങ്ങിയപ്പോൾ വല്ലാത്തൊരു സുഖം, ഒരു ബാലൻസ്ഡ് ആയ ഒരു അവസ്ഥ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ വന്ന് അനുഭവിച്ച് അറിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എത്ര വലിയ നെഗറ്റീവാണെങ്കിലും നന്നായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ നെഗറ്റീവിനെ ഇവിടെ ഇറക്കാൻ പറ്റും. അതാണ് എൻ്റെ അനുഭവം. അതേപോലെ നിങ്ങൾ കഷ്ടപ്പാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കധികം പണമൊന്നും ചിലവാക്കാതെ ചെറിയ ഒരു സംഖ്യ ചിലവാക്കിക്കൊണ്ട് ഇവിടെ വന്ന് ഈ മുളകരച്ച് വഴിപാട് ചെയ്ത് പോവുക. 3 മാസത്തിന് മുന്നാടി അല്ലെങ്കിൽ 3 മാസത്തിന് മുമ്പ് അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കുപ്പി എണ്ണ വാങ്ങി കൊടുക്കുക. ചെറുതായാലും മതി, ചെറിയ കുപ്പി എണ്ണ വാങ്ങി അമ്മയ്ക്ക് സമർപ്പിക്കാം. അതിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് യാതൊരു സംശയമില്ല. എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ കാലങ്ങളായിട്ട് വരുന്നൊരു ക്ഷേത്രം കൂടിയാണ്.